ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ മോൻ്റെ ഷർട്ടിൻ്റെ കാര്യം. കുറേ കമൻസ് വന്നു. എല്ലാവരുടെയും അഭിപ്രായം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ചില കമൻസ് പറഞ്ഞു, ഇത് പഴയ മോഡലല്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്രിൻ്റ് ഉള്ളതും പിന്നെ സ്ലീവൊക്കെ അങ്ങനെ വാങ്ങും. അവന് അങ്ങനെയുള്ള ഫാഷനോട് ഒരു താല്പര്യമില്ല. അവനും റീച്ചാനൂടെ പോയി എടുത്തത്. അപ്പം 3 ഷർട്ട് വാങ്ങിച്ച് അതിൽ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടു. പക്ഷേ ശരി, ഇതിത്തിരി കളം കൂടുതലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ അവൻ ഈ ഫുൾ കൈ ആണേലും മുട്ടിൻ്റെ അവിടെ വരെ മടക്കി വെച്ച് ഹാഫായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും ടീഷർട്ടാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ റീച്ചാൻ തന്നെ ഇപ്പോഴേ ഈ ഓഫീസിലൊക്കെ പോകുമ്പം ഷർട്ടൊക്കെ ഇടേണ്ടി വരുമല്ലേ, അപ്പോൾ ഒന്ന് ഇപ്പോഴേ അങ്ങ് ശീലമാക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് ഷർട്ട് ഇടാൻ തുടങ്ങിയതാണ്. ഹാഫ് കൈയിനോട് എത്ര ഇങ്ങനെ ഇപ്പം മുട്ടിൻ്റെ അവിടെ വരെ ആക്കും, അതിനേക്കാൾ മുകളിലോട്ടുള്ളതിനോട് അവന് ഇഷ്ടമല്ല. പിന്നെന്തുവായിരുന്നു കമൻറ്റ് പറഞ്ഞേ? മോൻ്റെ ഇഷ്ടത്തിന് തന്നെ വിടന്ന്, അവൻ്റെ ഇഷ്ടത്തിന്. പിന്നെ ഇവർക്ക് അത് ഇത്തിരി ലൂസായിട്ട് തോന്നാൻ കാര്യം, എല്ലാ പ്രാവശ്യം ഞാനും റീച്ചാനൂടെ പോയി റീച്ചാൻ എടുക്കുന്നത് ഇവരുടെ രണ്ടിൻ്റെയും അളവ് ഒരുപോലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം പോയ ഉടനെ ഇവർ രണ്ടുകൂടെ പോയിട്ട് അവന് 3/4 ഒരു പ്രാവശ്യം എടുത്ത കടയിൽ നിന്ന് അവിടെ ഷർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ ഇവന് 3/4 കിട്ടാറുള്ളൂ. അപ്പോൾ ഷർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളിലും വ്യത്യാസം വരുമല്ലേ അളവിൽ. അപ്പോൾ ഇത് ഇത്തിരി സെയിം അളവായിരുന്നെങ്കിലും ഇതിത്തിരി ലൂസ് പോലെ തോന്നി. പിന്നെന്താ, ചിലർ പറഞ്ഞ് നല്ലതാ, കുഴപ്പമില്ലത്. പക്ഷേ അവന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞിടാ ഒന്ന് ഇട്ട് നോക്കുന്നു, അങ്ങനെ പറഞ്ഞു ഞാൻ. അല്ലാതെ വേറെ രണ്ടെണ്ണമുണ്ട്, വേണ്ടിയത് ഏതാന്ന് വെച്ചാൽ ഇട്ടുകൊണ്ട് പോട്ടെ. ചെക്ക് അവനൊന്ന് ഉള്ളതും ഇങ്ങനെ ചെക്കാണ്, പക്ഷേ ഇത് ഈ വെള്ളയും ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് ഒരു എടുത്തറിയാം, അങ്ങനെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തിന് നന്ദിയുണ്ട്. കാരണം ഞാൻ ചോദിച്ചോണ്ടേ എല്ലാവരും അവരവരുടേതായ രീതിയിൽ അഭിപ്രായം പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കമൻറ്റ് വന്ന്, ഗീതേച്ചിയും പ്രീതി ജയ റേച്ചൊക്കെ പറയും നല്ലതാണ്, അവർ ചതിക്കുക എന്ന്. അത് എല്ലാ കമൻസും വായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്നെ ഒരിക്കലും ചതിക്കത്തില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. പണ്ട് തൊട്ടേ എൻ്റെ ഒരു സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് അവർ. കമൻ്റ് ഇട്ട ആളും തമാശ പറഞ്ഞാന്ന് പറയുന്നു. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ വിരൽ മുറിഞ്ഞതിൽ 2 പേര് ഒരേ റെമഡി പറഞ്ഞ്. ഒരാൾ പറഞ്ഞ് ഇങ്ങനെ ഈ ഉപ്പുവെള്ളത്തിലേ വിരലിട്ട് വെക്കുന്നു. ഞാൻ ഒന്നിട്ട് അപ്പോഴത്തേന് ജീവൻ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് രാത്രി മറ്റേ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മുക്കി വെക്ക്, ഇത്തിരി വേദന കാണും, എന്നാലും അതിന് നല്ല ഫലം കിട്ടുമെന്ന്. അങ്ങനെയൊക്കെ ഓരോരുത്തരിങ്ങനെ റെമഡികൾ ഇടുമ്പോൾ മറ്റുള്ളവർക്കും പ്രയോജനമല്ലേ ഇതൊക്കെ. അത് വരയിലായതുകൊണ്ട് അത്രയും പ്രശ്നമായത്. അപ്പം കുറവുണ്ട്, എന്നാലും ഉണ്ട് വേദന. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പോയാലോ? അപ്പം ഒരു കമൻറ്റ് വന്നായിരുന്നു, ആ ബ്രെഡ് കൊണ്ടുള്ള അതിൻ്റെ അകത്ത് മുട്ട കുറവായിരുന്നോന്നേ നമ്മുടെ ഓമനാൻറ്റി ചോദിച്ചായിരുന്നു. മുട്ട എൻ്റെ 3 ഉള്ളായിരുന്നു. കുറച്ചുകൂടെ മുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി രുചിയൊക്കെ കൂടുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടുമല്ലേ, അതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണ് പിള്ളേർക്ക് ടിഫിൻ കൊണ്ടുപോകാനായിട്ട്. പിള്ളേർക്കെന്ന് പറയാൻ പോൾമോൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. ഈ കൊച്ചതിന് അവർ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ദിവസം ഹെൽത്തി ഫുഡ്, പിന്നെ 2 ദിവസം ഫ്രൂട്ട് കൊടുത്തു വിടണം, പിന്നെ ഒരു ദിവസം ക്യാൻറ്റീൻ ഡേ, ഒരു ദിവസം ജങ്ക് ഫുഡ്, അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളാണ്. ഓക്കെ,
അപ്പോൾ രാവിലെ ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ ഇതുകൂടെ ചേർത്തിട്ടുണ്ട്. ജവാർ അല്ലെങ്കിൽ ചാമേരി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പിടി ചേർക്കും. കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് ടേസ്റ്റ് വ്യത്യാസമില്ല, എന്തോ അവർക്ക് അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് അരയ്ക്കുന്നുടനെ ഉഴുന്നും ഇതൊക്കെ അരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി എന്തെങ്കിലും ഒന്ന് ചേർക്കും. അപ്പോൾ ഇഡലിയൊക്കെ എടുത്ത് വെച്ച് എനിക്കാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ ഈ ദോശക്കല്ല് ഗോതമ്പ് മാവ് കോരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങയും ശർക്കരയോ അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയോ ഒക്കെ ഇട്ടിട്ട് മടക്കപ്പം എന്ന് പറയും നമ്മൾ, അത് ചെയ്യുമായിരുന്നു. നമ്മൾ ഈ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ഇലയില്ലാതെ ദോശ കല്ലിൻ്റെ അകത്ത് ഒഴിച്ചു. അത് ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല. പക്ഷേ അതേസമയം ആ ഗോതമ്പ് കൊണ്ട് തന്നെ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടമാണ്. അല്ലാതെ ഈ ദോശക്കല്ലിൽ ഈ ഇങ്ങനെ മറിച്ചിട്ടുണ്ടാക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ അതൊക്കെ ഇഷ്ടമാണ്. എന്തോ ചെയ്യാനാ, നമ്മളിപ്പം പിള്ളേരുടെ ഇഷ്ടമല്ലേ നോക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇഡലിയൊക്കെ റെഡിയായി. അതിൻ്റെ അപ്പുറത്ത് ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കുടിക്കാനുള്ളത് എടുത്തു. പിന്നീട് കഞ്ഞിക്കുള്ള വെള്ളവും അങ്ങ് അടപ്പത്ത് വെച്ച്. അപ്പോൾ അരിയും കൂടെ ഇട്ടാൽ ഇന്നലത്തെ ചോറില്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്നലത്തെ ചോറുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വേണ്ടി അത് നമുക്കങ്ങ് വെച്ച് വാർക്കാം. പതുക്കെ നമുക്ക് അരി തിളച്ച് കിട്ടിയാൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇന്നലത്തെ ചോറില്ലാത്തത് കൊണ്ട് അരി അങ്ങ് നേരത്തെ വയ്ക്കണം. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ട്, പിന്നെ ഇച്ചിരി തേങ്ങ ചട്നിയുണ്ട്. ഇവിടെ പ്രൈസമ്മോന് ചുമന്ന ചട്നിയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ അറിയാതെ പച്ചമുളക് ചേർത്ത് അങ്ങനെയുള്ള ചട്നിയാണ് ഉണ്ടാക്കിയത്. അവൻ പറയും എനിക്കെന്താ മമ്മി റെഡ് ഉണ്ടാക്കാൻ ഞാൻ ചോദിക്കും. എന്തോ ചെയ്യാനാ, അറിയാതെ പെട്ടെന്ന് ഞാൻ ചെയ്തു പോയതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് കിട്ടിയത്. അപ്പോൾ ഇനിയും അപ്പോഴത്തേക്കിന് ഡാഡിക്കും റേച്ചാനോടുള്ള ചായ കൊടുക്കട്ടെ. ഇനി അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുക്കട്ടെ. കൊച്ചവൻ ഇപ്പോഴൊന്നും കഴിക്കത്തില്ല. അവൻ രാവിലെ ഒരു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഉടനെ കഴിക്കാൻ തോന്നത്തില്ല. പ്രൈസമ്മോൻ ഇന്ന് ടിഫിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് കൂടെ വേണം. അപ്പോൾ ആപ്പിൾ റേച്ചാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവന് അത് വേണ്ട, മാങ്ങ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മോനെ മാങ്ങ അവിടെ ചെല്ലുമ്പോഴത്തേന് ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ശരിയാവത്തില്ല, അവൻ അത് മതിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിന്ന് പിന്നെ അവന് മാങ്ങ കൊടുത്ത് മസാല ഇഡലിയാണ് ഉണ്ടാക്കി കൊടുത്തത്. രാവിലത്തെ എല്ലാവരുടെയും ടിഫിനും അതും ഇതും എല്ലാം റെഡിയായി. അതിനുശേഷം ഉച്ചയ്ക്ക് രാവിലെ ആൾ ചമ്മന്തി കൊടുത്തന്നെ എന്താ ചുമന്ന ചട്നി ഉണ്ടാക്കാമെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാ അവൻ വൈകിട്ട് വരുന്ന ഉടനെ അവന് ഇഷ്ടപ്പെട്ട ചപ്പാത്തിയുടെ കൂടെ ലേഡീസ് വെണ്ടയ്ക്ക മെഴുക്കോട്ടി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാനതിന് വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി സവാളയും കൂടെ അരിഞ്ഞെടുക്കട്ടെ. അമ്മമാരത്രയ്ക്ക് അതിൽ അങ്ങനെ ചെയ്യല്, ഉള്ളത് അവർക്ക് കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചാലും പിന്നെ മനസ്സിനൊരിത് വരും. നമ്മളല്ലാതെ ആരാ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓമനി പറഞ്ഞ പോലെ പ്രൈസമ്മോനെ ഇപ്പം മമ്മി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരും, അതുപോലെ നല്ലൊരു ഭാര്യയെ കിട്ടട്ടെ എന്ന് അങ്ങനെ കണ്ടൊരു കമൻറ്റ് ആൻറ്റിയുടെ വന്നത്. എനിക്കത് വായിച്ചിട്ട് ചിരിയും വന്ന്. നമ്മുടെ മക്കളെല്ലാം നല്ലതായിട്ട് നല്ല ഭാര്യമാർ കിട്ടട്ടെ, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ സവാളയൊന്ന് അരിഞ്ഞെടുക്കട്ടെ. സവാളയൊക്കെ ചിന്തിക്കും ഒരു സവാളയൊക്കെ എടുത്താൽ മതിയെന്ന്, വില കേട്ടിട്ട്. എങ്ങനെ ആണെങ്കിലും നമ്മൾ ചേർക്കാനുള്ളത് അങ്ങ് ചേർത്ത് പോകും, വിലയാണെങ്കിലും വാങ്ങിക്കാനുള്ളത് അങ്ങ് വാങ്ങിക്കും. ഈ വില കയറി എങ്ങോട്ട് പോകുമെന്നറിയത്തില്ല. ഇവിടെ ഗോതമ്പിന് വില കൂടി, കാരണം നമ്മൾ വാങ്ങിയ ചപ്പാത്തി അതിനും വില കൂട്ടുമെന്ന് പറഞ്ഞു, പാലിന് വില കൂടി, എല്ലാത്തിനും വില. എന്തിനാ ഇല്ലാത്തത് വില? അന്ന് ഞാൻ എൻ്റെ ആദ്യമായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയതുകൊണ്ട് ഡ്രസ്സിങ് കണ്ട് വീണെന്ന് പറഞ്ഞു. അപ്പം ചിലർ പറഞ്ഞ് ഇതുപോലുള്ള കഥകൾ പറയണേന്ന്. അടുത്ത കഥ എന്തുവാന്നോ അതിൻ്റെ ഒരു ഇച്ചിരി പാർട്ട്. അപ്പം നേഴ്സിംഗ് എല്ലാം പഠിച്ചിട്ട് എന്നെ ആദ്യമായിട്ട് ബോംബെയിൽ, എൻ്റെ ചേച്ചി ബോംബെയിൽ ജോലി ചെയ്യുമായിരുന്നു. എന്നെ അന്തേരിയിലുള്ള ഒരു വീരദേശായി റോഡിൽ ശ്രദ്ധ വികാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു, അത് ഈ കന്യാസ്ത്രീ അമ്മമാരുടെ അവിടെ മഠമുണ്ട്, ഓർഫനേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളൊക്കെ വന്ന് ഈ ചാരിറ്റബിൾ പോലുള്ളതാണ്. അപ്പോൾ ഡോക്ടർമാർ രാത്രിയിലെങ്ങാനും പേഷ്യൻ്റ് വരുവാണെങ്കിൽ ഡോക്ടർമാരൊന്നും വരണമെന്നില്ല, അവിടുത്തെ കന്യാസ്ത്രീകൾ അമ്മമാർ തന്നെ ഡെലിവറിയൊക്കെ എടുക്കുന്നത്. വല്ലോ അങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ റെഫർ ചെയ്യും. അപ്പോൾ അവിടെ ഉള്ള എല്ലാം മലയാളി പിള്ളേരായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് എന്നെ അങ്ങോട്ടാണ് ആക്കിയത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹിന്ദി പഠിക്കത്തില്ല. നാട്ടിൽ നിന്ന് വന്ന ഉടനെ മലയാളികളായതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം, മലയാളികളുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞ് എന്നെ അവിടുന്ന് എൻ്റെ ചേച്ചി ബെൻസിയൊക്കെ താമസിച്ച് ആ ഏരിയയിൽ കൊണ്ടുവന്നു. ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ മൊത്തം മറാഠികളാണ്. എൻ്റെ ദൈവമേ, ചെന്നുടനെ ഞാൻ ആരോട് എന്തോ സംസാരിക്കണം ഒന്നും അറിയത്തില്ല, എല്ലാം ആംഗ്യ ഭാഷയായിരുന്നു. അറിയാം, തുമാരാ നാം ക്യായേ, നൈ നഹി നഹി നൈ ചായേ, അത്രയൊക്കെ അറിയാമായിരുന്നു. പേഷ്യൻ്റ് എന്തോലും ചോദിച്ചാൽ ദൈവമേ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആൾക്കാർ പറയുന്ന പോലെ എല്ലാം ആംഗ്യ ഭാഷയായിരുന്നു. പക്ഷേ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യ ഒരു ഷെട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു, ലേഡി ഡോക്ടർ. ആ മേഡത്തിന് നല്ല പേഷ്യൻറ്റും ഉണ്ടായിരുന്നു. ആ മേഡത്തിന് നമ്മുടെ ഈ ജോലിയൊക്കെ ഇഷ്ടമായിട്ട് ആ മേഡം എല്ലാം നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ പേര് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മളതൊക്കെ ആദ്യം നമ്മൾ ചെല്ലുന്നുണ്ടെ, നമ്മൾ ജൂനിയർ അല്ലേ, അപ്പോൾ സീനിയർമാർ നമ്മളെയും കൊണ്ടല്ലേ ഇൻസ്ട്രുമെൻസൊക്കെ കഴിയിപ്പിക്കുന്നത്. അപ്പോൾ മേഡം അത് കാണിച്ചു തരുമായിരുന്നു, ഇതിൻ്റെ പേരറിയാമോ, ഇതിൻ്റെ പേരെന്തോന്നും. കാരണം നമ്മളുടെ ഈ ജോലി കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായി. നമ്മൾ ഈ കേരളക്കാരെന്ന് പറയുന്നതിൻ്റെ ഒരു അവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. അവിടെയുള്ള മഹാരാഷ്ട്രൻ സിസ്റ്റർമാർ ഒത്തിരി വലിയവരല്ല, എൻ്റെയൊക്കെ പ്രായമായിരുന്നു അവരും. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാനാ നിന്ന സ്ഥാപനത്തിൽ അവരെന്ന് പറയുന്നത് അവരിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും കൂടുതലും. പക്ഷേ എന്തെന്ന് വിളിച്ചാൽ അങ്ങ് ഭയങ്കരമായിട്ട് അവരോട് ദേഷ്യപ്പെടുമായിരുന്നു. നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യും. നമുക്കൊരു മനസാക്ഷിയോടെ നമ്മളവരെ നോക്കുമായിരുന്നു. അപ്പം ഞാനൊരു വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നതിനെ അവിടുത്തെ ഡോക്ടർ പറയുന്നതാണ്, ആ പുള്ളി ഷെട്ടിയായിരുന്നു, എനിക്ക് കമ്പ്യൂട്ടർ പോലുള്ള സിസ്റ്റർമാരാണ് വേണ്ടിയ, കമ്പ്യൂട്ടർ പോലെ, അല്ലാതെ പമ്മി നടക്കുന്നവരെയല്ല വേണ്ടിയത്. ആ ഷെട്ടി ഹോസ്പിറ്റലിൽ മൊത്തം മലയാളികളായിരുന്നു, അല്ലാത്തവർ 1-2 പേരേ ഉള്ളായിരുന്നു. ഇനി ഞാനിതിങ്ങനെ പറഞ്ഞാൽ ആരും ഇനി നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് വരല്ലേ. ഞാൻ അവിടുത്തെ സംഭവം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, മറ്റുള്ളവർ ചെയ്യത്തില്ലെന്നല്ല പറയുന്നത്. അവിടെ ഉള്ളവരുടെ ജോലികളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളവരും ചെയ്യും, എല്ലാവരും ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ ഞാൻ 10 വർഷം അവിടെ ജോലി ചെയ്ത്. അപ്പോൾ പിന്നെ കല്യാണം ആയതുകൊണ്ട് ഞാൻ വന്നിട്ട് അവർ പറഞ്ഞു, നീ എപ്പോൾ വന്നാലും നിനക്കിവിടെ ഞങ്ങൾ ജോലി തരും. കാരണം നമ്മുടെ ജോലി അതുപോലുള്ള ആത്മാർത്ഥ ജോലിയായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് പിന്നെ പറഞ്ഞില്ല, ഇവിടെ മമ്മി ഇല്ലായിരുന്നു, പിന്നെ അടുക്കള ഭരണമായി, പിന്നെ ഉടനെ കുഞ്ഞായി. അതുകൊണ്ട് പിന്നെ ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ച്, വീട്ടുഭരണവും അതുകൂടെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് 2 പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഒരു ഉണക്കമീൻ എനിക്കെന്നെ അടിക്കും മതിയല്ലേ. ഇന്നലത്തെ സാമ്പാറും ഇരിപ്പുണ്ട്, പയറുതോരനും ഉണക്കമീനും നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക്. പ്രീസമ്മൻ വരുവാണെങ്കിൽ അവനും അത് കൊടുക്കാമെന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊച്ചിന് വേണ്ടിയാണ് ഞാൻ മെയിൻ ഉണ്ടാക്കിയത്. കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെയും ചപ്പാത്തിയുടെയും കാര്യങ്ങൾ മറന്നുപോയി. അപ്പോൾ സാമ്പാർ കണ്ടതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് സാമ്പാറും ചോറും മതിയെന്ന്. അങ്ങനെ അത് കൊടുത്തു. പിന്നെ രാത്രിയിലാണ് ഞാൻ മക്കളെ ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചപ്പാത്തി ഇതുകൂടെ കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.